ഹലോ, ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് ക്രോഷ്യേൻ്റെ ബേസിക് സ്റ്റിച്ചസ് ആണ് കേട്ടോ. അതിനായിട്ട് 4 പ്ലൈ ആണ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2.5 mm ഹുക്കാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. പിന്നെ സിസേഴ്സും ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് സിംഗിൾ ക്രോഷ്യ ആണ്. അതിനായിട്ട് ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇടുക, എന്നിട്ട് ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം കേട്ടോ. സ്ലിപ്പ് നോട്ട് ഉണ്ടെന്ന് ശ്രദ്ധിക്കുക. ഹുക്കുമ്മേൽ യാണ് ടൈറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഓവർ ടൈറ്റ് ആവാനും പാടില്ല, ഓവർ ലൂസ് ആവാനും പാടില്ല കേട്ടോ. ഹുക്കുമ്മലെയാണ് ഓക്കെ. സ്ലിപ്പ് നോട്ട് ഇട്ടതിന് ശേഷം ഹോൾഡ് ചെയ്യട്ടോ കയ്യിൽ. എങ്ങനെയാണ് യാണ് ഹോൾഡ് ചെയ്യുന്നതെന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1 2 3 4 5 6 7 8 9 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൗണ്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഇനി ഞാൻ ചെയ്യുന്നത് സെക്കൻഡ് ചെയിനില്ലേ, സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യട്ടോ. യാൺ ഓവർ ചെയ്ത് ഹുക്ക് പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2 ലൂപ്പ് ഫോം ചെയ്യും. വീണ്ടും യാൺ ഓവർ ചെയ്തിട്ട് ആ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരട്ടോ. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. ഒക്കെ ഇൻസേർട്ട് ചെയ്യാം. ചെയിനിൻ്റെ ഉള്ളിൽ, ചെയിൻ സ്റ്റിച്ചിനുള്ളിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്ത് പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ 2 ലൂപ്പ് ഫോം ചെയ്യും. ആ ഫോം ചെയ്ത ലൂപ്പിലൂടെ യാൺ ഓവർ ചെയ്ത് എന്ത് ചെയ്യാം, പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പോൾ ഇതാണ് സിംഗിൾ ക്രോഷ്യ. ക്രോഷ്യേൻ്റെ ബേസിക് സ്റ്റിച്ചസൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമ്മളിപ്പോൾ സിംഗിൾ ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇത് ഫുള്ള് സ്റ്റിച്ചിലും ചെയ്യട്ടോ. അങ്ങനെ എല്ലാ സ്റ്റിച്ചിലും ചെയ്ത് കഴിഞ്ഞിട്ടോ. ഇതാണ് സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹാഫ് ഡബിൾ ക്രോഷ്യാണ്. ഫസ്റ്റ് സ്ലിപ്പ് നോട്ട് ഇട്ട് 10 ചെയിൻ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇനി യാൺ ഓവർ ചെയ്തിട്ട് സെക്കൻഡ് ചെയിനിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക വീണ്ടും. എന്നിട്ട് ആ പുറത്ത് കൊണ്ട് 3 ലൂപ്പ് ഫോം ചെയ്യട്ടോ. എന്നിട്ട് യാൺ ഓവർ ചെയ്തിട്ട് ചെയ്യാം. ഒന്നുകൂടി കാണിക്കാം. യാൺ ഓവർ ചെയ്യാം, സെക്കൻഡ് ചെയിനിൽ ഒക്കെ ഇൻസേർട്ട് ചെയ്യാം, എന്നിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പ് ഫോം ചെയ്യും. ആ ഫോം ചെയ്ത ലൂപ്പിലൂടെ പുറത്തേക്ക് യാൺ ഓവർ ചെയ്തിട്ട് കൊണ്ടുവരട്ടെയാണ്. യാൺ ഓവർ, ഹുക്ക് ഇൻസേർട്ട്, യാൺ ഓവർ ചെയ്ത് 3 ലൂപ്പ് ഫോം ചെയ്ത് ആ ഫോം ചെയ്ത ലൂപ്പിലൂടെ ഹുക്ക് യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് പുറത്തേക്ക് കൊണ്ടുവരട്ടോ. ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ചെയ്ത് പുറത്തേക്കെടുത്ത് 3 ലൂപ്പ് ഫോം ചെയ്തു യാൺ ഓവർ ചെയ്ത് വീണ്ടും പുറത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇതാണ് ഹാഫ് ഡബിൾ ക്രോഷ്യ കേട്ടോ. ഇങ്ങനെയാണ് ചെയ്യല്. അങ്ങനെ ഹാഫ് ഡബിൾ ക്രോഷ്യ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. ഈ വീഡിയോൻ്റെ കൂടെ തന്നെ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്താണ് നിങ്ങളുടെ സ്റ്റിച്ച് പെർഫെക്റ്റ് ആയിട്ട് വരും കേട്ടോ. അങ്ങനെ ആ 10 ചെയിൻ സ്റ്റിച്ചിലും ഞാൻ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞ് ഇതാണ് ഔട്ട്പുട്ട് വരുന്നത്. ഇതുപോലെയാണ് കേട്ടോ ഹാഫ് ഡബിൾ ക്രോഷ്യ ഉണ്ടാവുക. നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ക്രോഷ്യ ആണ്. ഡബിൾ ക്രോഷ്യ ചെയ്യാൻ ഇതുപോലെ തന്നെ സ്ലിപ്പ് നോട്ടും 10 ചെയിൻ സ്റ്റിച്ചും ചെയ്യട്ടോ. 10 ചെയിൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി യാൺ ഓവർ ചെയ്തിട്ട് സെക്കൻഡ് ചെയിൻ സ്റ്റിച്ചിൽ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. ഹുക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് യാൺ ഓവർ ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് 3 ലൂപ്പ് ഫോം ചെയ്യും പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ. വീണ്ടും യാൺ ഓവർ ചെയ്ത് 2 ഫോം ചെയ്ത് 2 ലൂപ്പിലെ ആ 2 ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരട്ടോ. ഇനിയും നെക്സ്റ്റ് യാൺ ഓവർ ചെയ്യുക, 2 ലൂപ്പിലൂടെ പുറത്തേക്ക് കൊണ്ടുവരാം. യാൺ ഓവർ ചെയ്ത്
ഹുക്ക് ഇൻസേർട്ട് ചെയ്യുക. യാൺ ഓവർ ചെയ്തിട്ട് ഹുക്ക് പുറത്തേക്ക് കൊണ്ടുവരിക. ഇനി 3 ലൂപ്പ് ഫോം ചെയ്യും. അതിൽ 2 ലൂപ്പിലൂടെ നിങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരട്ടോ. എന്നിട്ട് പിന്നെയും 2 ലൂപ്പ് ഫോം ചെയ്യും. അതിലൂടെ യാൺ ഓവർ ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരിക. അങ്ങനെ നമ്മൾ ക്രോഷേൻ്റെ 3 ബേസിക് സ്റ്റിച്ചസ് ഇവിടെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് സിംഗിൾ ക്രോഷേ, പിന്നെ ഹാഫ് ഡബിൾ ക്രോഷേ, പിന്നെ ഡബിൾ ക്രോഷേ. അങ്ങനെ 3 സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.